നമസ്കാരം. ഇന്ന് ഈ വൈറ്റൽ ആർഎക്സിൽ B2B അഥവാ ഹോൾസെയിൽ എന്താണ് നമുക്ക് നോക്കാം. B2B അല്ലെങ്കിൽ ഹോൾസെയിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മുടെ ഇൻബിൽഡ് ആയിട്ട് കിട്ടത്തില്ല. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ തന്നെ അഡീഷണൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതാണ്. മുകളിലെ മോറിനകത്ത് B2B സെയിൽസ് ഓപ്പൺ ചെയ്താൽ നമുക്ക് B2B ഇൻവോയ്സ് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഫാർമസിയുടെ പേര് കൊടുക്കാം. ഫാർമസിയുടെ പേര് ആഡ് ചെയ്യാനായിട്ട് ആഡ് ന്യൂ ഫാർമസിയിലോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫാർമസി GST നമ്പർ അല്ലെങ്കിൽ പാൻ നമ്പർ ആഡ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കാം. ഇൻ കേസ് നമ്മുടെ കയ്യിൽ GST അല്ലെങ്കിൽ പാൻ നമ്പർ ഇല്ല എങ്കിൽ താഴെ നമുക്ക് ക്ലിക്ക് ഹിയർ ഇഫ് യു ഡോണ്ട് ഹാവ് GST നോർ പാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് എൻറ്റൈറ്റിക്കകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് റീറ്റെയിലർ ആണോ, ഡോക്ടർ ആണോ, അല്ലെങ്കിൽ കെമിസ്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് അഡീഷണൽ ഡീറ്റെയിൽസ് ഫാർമസിയുടെ പേര്, മൊബൈൽ നമ്പർ, പിൻകോഡ്, അഡ്രസ്സ് അങ്ങനെ വേണമെങ്കിൽ അഡീഷണൽ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് ഇവിടെ നമ്മൾ ആഡിലോട്ട് ക്ലിക്ക് ചെയ്ത് ഫാർമസി സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത ഫാർമസി സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ബിൽ ഡേറ്റ്, അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ പേര്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആസ് യൂഷ്വൽ പർച്ചേസിൽ നമ്മൾ ചെയ്യുന്ന പോലെ ആ സെർച്ച് ഐറ്റത്തിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിലുള്ള പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണും. അതുപോലെ തന്നെ നമ്മുടെ ഏതൊക്കെ ബാച്ചിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസും കാണും. ഏത് ബാച്ചാണ് നമ്മൾ B2B സെയിൽ ചെയ്യാൻ പോകുന്നത് ആ ബാച്ചിലുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. ബാച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്പയറി, MRP എല്ലാം ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ നിന്ന് PTSലാണ് മേടിച്ചതെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഇവിടെ PTRൽ വിസിബിൾ ആകും. നമ്മൾ PTRലാണ് ഓൾറെഡി വാങ്ങിയതെങ്കിൽ അത് PTRൽ തന്നെ ആയിരിക്കും വിസിബിൾ ആകുന്നത്. അതിനുശേഷം നമ്മളിവിടെ ക്വാണ്ടിറ്റി നമ്മൾ സ്ട്രിപ്പിലായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്, പർച്ചേസ് പോലെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫ്രീ ക്വാണ്ടിറ്റി കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ഫ്രീ ക്വാണ്ടിറ്റി കൊടുക്കാവുന്നതാണ്. സ്കീം ഡിസ്കൗണ്ട് എന്തെങ്കിലും കൊടുക്കാമെങ്കിൽ സ്കീം ഡിസ്കൗണ്ടും കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വലത് ഭാഗത്ത് നമുക്ക് ഈ പെർട്ടിക്കുലർ കൊടുക്കുന്നതിൻ്റെ മാർജിൻ നമുക്ക് ഇവിടെ വലത് ഭാഗത്ത് വിസിബിൾ ആവും. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഫാർമസിക്ക് ഇപ്പോൾ ഡിസ്കൗണ്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൽ ആഡ് ആവും. പക്ഷേ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് മാർജിൻ ഓട്ടോമാറ്റിക്കലി വേരി ആവും. അതായത് ഡിസ്കൗണ്ട് കൊടുക്കുന്തോറും മാർജിൻ നമുക്ക് അത് കുറഞ്ഞു വരും. അതിനുശേഷം ഇവിടെ എമൗണ്ട് വിസിബിൾ ആവും. താഴെ നമുക്ക് ഡ്യൂ ഓപ്ഷൻ ഉണ്ട്. ഈ പെർട്ടിക്കുലർ ഫാർമസിയുടെ പ്രീവിയസ് ഡ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്തിട്ട് നമുക്കത് സേവ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ചെയ്യാവുന്നതാണ്. ദെൻ ഇവിടെ സേവ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓൾറെഡി താഴെ തന്നെ ക്വാണ്ടിറ്റി, ഐറ്റം ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. നമ്മൾ നെറ്റ് എമൗണ്ടിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ബില്ലിൻ്റെ ഇവിടെ ഇൻവോയ്സ് ബ്രേക്ക് ഡൗൺ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ലംസം ഡിസ്കൗണ്ട്, അതായത് ഓവറോൾ ഡിസ്കൗണ്ട്, നമുക്ക് ബില്ലിനകത്ത് മൊത്തത്തിൽ ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് വൈസും എമൗണ്ട് വൈസും നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഇൻറ്റേർണൽ നോട്ട് അല്ലെങ്കിൽ ഡെലിവറി നോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മുകളിനകത്ത് ഓൾറെഡി ഇപ്പോൾ ഓണർ അല്ലെങ്കിൽ ഏത് സ്റ്റാഫാണ് നമ്മൾ B2B സെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ സ്റ്റാഫിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഫാർമസി ഓൾറെഡി നമുക്ക് പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് മോഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ പെർട്ടിക്കുലർ ബില്ല് വിത്ത് GST ആണോ അല്ലെങ്കിൽ വിത്തൗട്ട് GST ആണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനുശേഷം നമുക്ക് സേവിന് തൊട്ടായിട്ട് സെറ്റിംഗ്സ് ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആൽഫബറ്റിക്കലി സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് പ്രോഡക്റ്റ് ആൽഫബറ്റിക്കലി നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ദെൻ പെർട്ടിക്കുലർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബില്ല് നേരിട്ട് സേവ് ചെയ്യുക. അല്ലാതെ സേവ് ആസ് ഡ്രാഫ്റ്റും ചെയ്യാവുന്നതാണ്, സേവ് ആൻഡ് പ്രിൻറ്റും ചെയ്യാവുന്നതാണ്. ബില്ല് ഒരു തവണ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പകരം നമുക്കത് എഡിറ്റ് ചെയ്ത് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബില്ല് സേവ് ചെയ്ത് പെർട്ടിക്കുലർ ലിസ്റ്റിംഗ് പേജിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും അവൈലബിൾ ആണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ B2B ബില്ല് നമ്മൾ സേവ് ചെയ്യാം. ഇനി നമുക്ക് സേവ് ചെയ്ത ഈ B2B ബില്ലിൻ്റെ ലിസ്റ്റ് നമുക്ക് എടുക്കാം. അതായത് B2B സെയിൽസ് ലിസ്റ്റിംഗ് പേജ് നമുക്ക് എടുക്കാം. ലിസ്റ്റിംഗ് പേജിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പർച്ചേസിലെ പോലെ തന്നെ ബിൽ നമ്പർ വെച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഡേറ്റ് വെച്ചും ഫാർമസിയുടെ പേര് വെച്ച് അതുപോലെ തന്നെ പേയ്മെൻറ്റ് മോഡ് വെച്ചിട്ട് നമുക്കിവിടെ ഫിൽറ്റർ ചെയ്യാവുന്നതാണ്. മോർ ഫിൽറ്ററിനകത്ത് പോയി വിത്ത് GST, വിത്തൗട്ട് GST, അല്ലെങ്കിൽ ഏത് സ്റ്റാഫാണ് ചെയ്തേക്കുന്നത് അങ്ങനെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് ഫാർമസി നമുക്ക് ഓൾറെഡി പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പേയ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പേയ്മെൻറ്റ് മോഡ് ഡ്യൂലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് മോഡ് ഏതാണോ അവർ തന്നിരിക്കുന്നത് ആ പേയ്മെൻറ്റ് മോഡ് ആഡ് ചെയ്ത് നെക്സ്റ്റിലോട്ട് ക്ലിക്ക് ചെയ്യുക. again നമുക്ക് നെക്സ്റ്റിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ പേയ്മെൻറ്റ് നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കഴിയും.
സോ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ബില്ല് നമ്മുടെ ഫാർമസിക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പ് വഴി ഷെയർ ചെയ്യണമെങ്കിൽ വാട്സപ്പ് വഴി ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി ഒരു പെർട്ടിക്കുലർ ബില്ല് ഇവിടെ വാട്സപ്പ് ചെയ്യുമ്പോഴത്തേക്ക് സെയിം നമ്മുടെ വാട്സപ്പ് വെബ് ഇവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഇതുകൊണ്ട് ഇതുപോലെ ആയിരിക്കും നമുക്ക് ബില്ല് വരുന്നത്. അതായത് താങ്ക് യു ഫോർ പർച്ചേസ് അറ്റ് ഡെമോ ഫാർമസി, ഇങ്ങനെ ഒരു ഓപ്ഷനിലായിരിക്കും നമുക്ക് ബില്ല് വരുന്നത്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ബില്ലിനകത്ത് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് അതായത് കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നോക്കാം. ബില്ല് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മോറിനകത്ത് വലതുഭാഗത്ത് മുകളിലെ മോറിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് ഇത് റീഓർഡർ വേണമെങ്കിൽ റീഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഡൗൺലോഡ് എക്സൽ ഓഫ് CSV വഴി നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മെയിൽ വഴി നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ CSV കൂടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ഇത് ഏതാണ് ചെയ്തതെന്നൊക്കെ ലോഗ് നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആരാണ് ചെയ്തതെന്ന് ലോഗും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്തരത്തിലാണ് നമ്മൾ B2B ഇൻവോയ്സ് ഈ വൈറ്റലിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.